ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ബെയിലി പാലം ഉടൻ പ്രവർത്തനക്ഷമമാകും. തിരച്ചിലിന് വേഗം കൂട്ടാൻ കൂടുതൽ യന്ത്രങ്ങൾ സജ്ജം. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട് കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ. ഉരുൾപൊട്ടൽ മേഖലയിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ജനങ്ങൾ ഒഴിവാക്കണമെന്നഭ്യർത്ഥിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കൈമെയ് മറന്നുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബെയിലി പാലം ഉടൻ പ്രവർത്തനക്ഷമമാകും. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രിമാരായ കെ രാജനും എ കെ ശശീന്ദ്രനും നേരിട്ട് വിലയിരുത്തി. ബെയിലി പാലം നാടിന് സമർപ്പിക്കുന്നതായി സൈന്യം അറിയിച്ചു. പാലം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാദൌത്യം വേഗത്തിലാക്കാൻ ഇന്ന് കൂടുതൽ യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 5ഓളം മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് നിന്നും ഇന്ന് രാവിലെ കണ്ടെടുത്തിട്ടുണ്ട്. താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. മഴ കാര്യമായി പെയ്യാത്തതിനാൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയും ഈ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തും. വയനാട് ദുരന്തത്തിൽ മരിച്ച 260 പേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു. ഇതിൽ 99 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. 86 ശരീരഭാഗങ്ങളും തിരിച്ചറിയുവാനുണ്ട്. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8000-ലേറെ ആളുകളാണ് ഉള്ളത്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ചാലിയാറിൽ പുനരാരംഭിച്ചു. ഈ മേഖലയിൽ നിന്ന് ഇന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിനായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിച്ചിരുന്നു. അതിനിടെ മലപ്പുറം കുഴിമണ്ണയിൽ 10ഓളം കുടുംബങ്ങളെ മണ്ണിടിച്ചിൽ ഭീഷണി മൂലം മാറ്റി താമസിപ്പിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട് കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം പുരോഗമിക്കുന്നു. വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ, ജില്ലയിലെ MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗവും നടന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി കഴിയുന്നവരെ മുഖ്യമന്ത്രി സന്ദർശിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിക്കും. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവരും രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസായ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സാമൂഹ്യ പ്രവർത്തകരും ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നടന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയിൽ മികച്ച ചിത്രത്തിന് ലഭിച്ച പുരസ്കാര തുകയായ 2,20,000 രൂപ സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള അവശ്യ വസ്തുക്കളുടെ സമാഹരണം ആരംഭിച്ചു. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു. സാധനങ്ങൾ ഇതിനകം വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്തിക്കാവുന്നതാണ്. പഴയ വസ്തുക്കൾ സ്വീകരിക്കില്ല. വയനാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും പൊതുജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. അതേസമയം വയനാട് ജില്ലയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലും ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു. കുറുമ്പാലക്കോട്ട, ലക്കിടി, മണിക്കുന്നുമല, മുട്ടിൽ കോൽപ്പാറ കോളനി, കാപ്പിക്കളം, സുഗന്ധഗിരി, പൊഴുതന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം മാറണമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്.
വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ 192-45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51-ാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോയിക്കോഡൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് പോസ്റ്റ് പ്രചരിപ്പിച്ചത്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ ഇടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലും മറ്റ് ജില്ലകളിലെ ശക്തമായ മഴയും കണക്കിലെടുത്ത് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത മുൻനിർത്തി വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം. എല്ലാ ആശുപത്രികളിലും അവശ്യ മരുന്നുകളും ആന്റി സ്നേക്ക് വെനവും ഉൾപ്പെടെ ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തകർ ഗ്ലൌസ്, മാസ്ക്, ബൂട്ട് മുതലായവ ധരിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിൽ പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടായ വിലങ്ങാട് മേഖലയിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനം. ഇന്നലെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. അതിനിടെ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വിലങ്ങാട് പാറക്കല്ലുകളും മണ്ണുമായെത്തിയ വനവെള്ളത്തിൽ 13 വീടുകളും കടകളും പൂർണ്ണമായി ഒലിച്ചുപോയി. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലവും ഒലിച്ചുപോയി. വടകര മുനിസിപ്പാലിറ്റിയിൽ വളപ്പിൽ കുന്നിടിഞ്ഞ ഒരു വീട് ഭാഗികമായി തകർന്നു. ഏറാമല പഞ്ചായത്തിൽ തിരുത്തിമുക്കിൽ കുടുങ്ങിയ 10 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. തിരുവള്ളൂർ വില്ലേജിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 84 വില്ലേജുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 47 വീടുകൾ ഭാഗികമായി തകർന്നു. കോഴിക്കോട് ജില്ലയിലെ ആകെ 121 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1514 കുടുംബങ്ങളായി 4730 പേരാണ് കഴിയുന്നത്. പാലക്കാട് ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. റോഡിലേക്ക് വീണ പാറകൾ കഷ്ണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്ററിനുള്ളിൽ 26 ഇടങ്ങളിലാണ് ചുരം റോഡിൽ മണ്ണിടിഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ മഴ വീണ്ടും ശക്തമായി. ജില്ലയിൽ ഇപ്പോൾ 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 769 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 വീടുകൾ പൂർണ്ണമായും 33 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 53 അംഗ ഫയർഫോഴ്സ് സംഘം പുറപ്പെട്ടു. 4 ഉദ്യോഗസ്ഥരും 49 ഫയർമാൻമാരും അടങ്ങുന്ന സംഘമാണ് ഒരാഴ്ചത്തെ ദൌത്യത്തിനായി വയനാട്ടിൽ എത്തുക. കളക്ടറേറ്റിലെ കളക്ഷൻ സെന്ററിൽ സ്വീകരിച്ച അവശ്യ സാധനങ്ങളുടെ ആദ്യ ബാച്ചും സംഘം എത്തിക്കും. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയാണ് ആദ്യ ബാച്ചിൽ വയനാട്ടിൽ എത്തിക്കുക. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ എത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. നിരവധി സുപ്രധാന കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവരുമായും വിയറ്റ്നാം പ്രധാനമന്ത്രി സംവദിക്കും. രാവിലെ രാഷ്ട്രപതി ഭവനിൽ വിയറ്റ്നാം പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകിയിരുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ ഗുരുതരമായ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയതായി അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒളിമ്പിക്സിൽ വനിതകളുടെ 50 കിലോ ബോക്സിംഗ് വിഭാഗത്തിൽ നിഖത് സരീൻ ഇന്നിറങ്ങും. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിന്റെ ഫൈനലിൽ സ്വപ്നിൽ കുശാലെ മത്സരിക്കും. ഇതേ ഇനത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ സിഫ്ത് സംറ, അഞ്ജും മൌഡ്ഗിൽ എന്നിവർ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കും. ബാഡ്മിന്റണിൽ ലക്ഷ്യ സെൻ, HS പ്രണോയ്, PV സിന്ധു എന്നിവരും ഇന്ന് കളത്തിലിറങ്ങും. ബാഡ്മിന്റൺ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെഡ്ഡി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യ ബെൽജിയം ഹോക്കി മത്സരവും ഇന്ന് നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. 3 മത്സരങ്ങളുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ കളി കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കും. രണ്ടാം ഏകദിനം ഈ മാസം 4-നും അവസാന മത്സരം ഈ മാസം 7-നും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. ബെയിലി പാലം ഉടൻ പ്രവർത്തനക്ഷമമാകും. തിരച്ചിലിന് വേഗം കൂട്ടാൻ കൂടുതൽ യന്ത്രങ്ങൾ സജ്ജം. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ. ഉരുൾപൊട്ടൽ മേഖലയിലേക്കുള്ള അനാവശ്യ സന്ദർശനങ്ങൾ ജനങ്ങൾ ഒഴിവാക്കണമെന്നഭ്യർത്ഥിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.